ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കുക. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു 4-5 കഷ്ണം ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ 1/4 ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു തക്കാളി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു നുള്ള് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല പൊടി ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. സ്പൂണ് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ബ്രെഡൊന്നും പൊടിയാതെ ആവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിലിന് പകരം നെയ്യോ ബട്ടർ എന്താണെങ്കിലും യൂസ് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ മിക്സ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. ഞാൻ ബാക്കിയുള്ള ആ ഒരു പാത്രത്തിലുള്ള ബാക്കിയുള്ള ഉള്ളിയുടെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ മിക്സ് ഇതിൻ്റെ മേലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കൂടെ ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചീസ് ചെറുതാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കുക. ചെറിയ ചെറിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 സ്ലൈസ് ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വരേണ്ട ആവശ്യമില്ല. നമ്മൾ 2-3 മിനിറ്റ് നേരം വെച്ചതിന് അനുസരിച്ചിട്ടുള്ള ചീസ് നമ്മുടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ പിസയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്.
എന്തായാലും ഒരു തവണ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ കുറഞ്ഞ ടൈമിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്